കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അല്ലെ, ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയോട് ഹിജാബ് ഇടാൻ പാടില്ല, അങ്ങനെ ഹിജാബ് നിരോധിക്കാം. സ്ഥാപനങ്ങളൊക്കെ ഇന്ന് അങ്ങനെയായിട്ട് മാറുകയാണ്, ഹിജാബ് നിരോധിക്കുക. നമ്മുടെയൊക്കെ വസ്ത്രങ്ങളായ നമ്മുടെയൊക്കെ ഷിആറുകളെ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ, നമുക്ക് ധരിക്കാൻ പോലും എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് പല ആളുകളും അനുവദിക്കുന്നില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം? ഇപ്പൊ ഈ പറഞ്ഞ കന്യാസ്ത്രീയായ ഈ ഒരു സഹോദരി വരെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ത്രീയുടെ തലയിൽ കിടക്കുന്നത്, അവരുടെ ശിരോവസ്ത്രം കിടക്കുന്നുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള മതത്തിന്റെ ഷിആറ് കിടക്കുന്നുണ്ടല്ലോ, അതൊന്നും പ്രശ്നമല്ല. മുസ്ലിമീങ്ങളായ കുട്ടികൾ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കർണാടക ഭാഗത്ത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് തന്റെ കുട്ടിയെ ചേർക്കുകയാണ്. ആ സ്ഥാപനത്തിന്റെ പേരും കാര്യങ്ങളും പറയുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, കൊണ്ടുപോയിട്ട് കോയമ്പത്തൂർ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ചേർക്കുന്ന സമയത്ത് ഈ സഹോദരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പിന്നീട് കുറച്ച് ദിവസമായിട്ട് വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം നല്ല സ്ഥാപനമാണ്, അദ്ദേഹത്തിന് നല്ല റിപ്പോർട്ടൊക്കെ കിട്ടിയ സ്ഥാപനമാണ്. പക്ഷേ പിന്നീട് പറയാണ്, കുട്ടികൾക്ക് അവിടുന്ന് ഹിജാബ് തലയിൽ തട്ടം ധരിക്കാതെയാണ് ക്ലാസ്സിലിരിക്കേണ്ടത്, ക്ലാസ്സിൽ കയറുമ്പോൾ അത് പാടില്ല, ഇത് ഇവിടുത്തെ നിയമമാണ്. പടച്ച റബ്ബേ, അദ്ദേഹം ആ സഹോദരൻ പറയാണ്, ഉസ്താദേ ഞാൻ ആകെ അത്ഭുതപ്പെടുകയാണ്, എനിക്ക് പേടിയാവാണ്. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മക്കളെ എങ്ങനെയാണ് ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക? 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് എൻ്റെ മക്കളെ ആ രൂപത്തിലാണ് റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തിയ എൻ്റെ മക്കളാണ്. എൻ്റെ മക്കളെ ഞാൻ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുക? വളരെ സങ്കടത്തോട് കൂടിയിട്ട് ആ സഹോദരൻ പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയമുള്ളവരെ, ആ സഹോദരൻ ആ സ്ഥാപനം ഒഴിവാക്കി. ആ സ്ഥാപനം ഇവിടെ നമ്മുടെ എടക്കര ഭാഗത്ത് ഒരു അറിയപ്പെട്ട ഒരു ടീം മുഖേനയാണ് അവിടേക്ക് എത്തപ്പെട്ടത്. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുകയും അവിടെ കൊടുത്തിട്ടുള്ള ഡൊനേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെ തിരിച്ചു മേടിക്കുകയും അവർ തന്നെ വേറെ സ്ഥാപനത്തിലേക്ക് അവരെ മാറ്റുകയൊക്കെ ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ പറയുന്നത് കേട്ടു. അവിടുന്ന് വാപ്പ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ തന്നെ കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുന്ന് പൈസ TC കൊടുത്തിട്ട് വേറെ സ്ഥാപനത്തിൽ പോണം. പിന്നെയും എന്തിനാണ് അവിടെ? അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ റൂൾ അങ്ങനെയാണെങ്കിൽ അത് മുൻകൂട്ടി പറയുകയും അതിന് പറ്റുന്നവരെ മാത്രം എടുക്കുകയല്ലേ ചെയ്യേണ്ടത്? പിന്നെ ഞാനൊന്ന് ആലോചിക്കണം, എന്താണ് തട്ടമിട്ടത് കൊണ്ട്, ഒരു പെൺകുട്ടിയെ തട്ടമിട്ടത് കൊണ്ട് ഈ പറയുന്ന സ്ഥാപനത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു വിഭാഗം ആളുകൾ മാത്രമാണല്ലോ ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ തട്ടത്തിന് പ്രശ്നമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു കുട്ടികൾ പൊട്ടിത്തൊടുന്നവരുണ്ടാകും, മതത്തിന്റെ ഭാഗമല്ലേ, ഒഴിവാക്കിപ്പിക്കണ്ടേ? കുരിശണിയുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റു വസ്ത്രങ്ങളും മറ്റും അണിയുന്നവരുണ്ട്, മാറ്റണ്ടേ? ഈ പറയുന്ന കന്യാസ്ത്രീകളാണ് അവിടുത്തെ അധ്യാപകര്, അവർ എന്ത് നിയമവെക്കണമെങ്കിൽ അവരുടെ തലയിൽ തട്ടമുണ്ടല്ലോ അവരുടേതായിട്ടുള്ളത്, അതെടുത്ത് മാറ്റണ്ടേ? ഇതൊന്നും എന്താ അവർ ചെയ്യാത്തത്? നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കോട്ടയത്ത് ഒരു കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ്, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷം മുമ്പാണ്, കോട്ടയത്ത് വെച്ചിട്ട് ഒരു ഹിന്ദു പെൺകുട്ടി തൻ്റെ വലിയൊരു കോളേജിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് തൻ്റെ സഹപാഠികൾ മുഴുവനും ഒന്നിച്ച് നിന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ആളുകൾ ചെയ്തൊരു പണിയുണ്ട്. ഈ പറയുന്ന പെൺകുട്ടികളിൽ മുസ്ലിമീങ്ങളായ തീവ്ര മുസ്ലിമീങ്ങളായ കുറച്ച് ആളുകൾ, ആ ഒരു പാപമുള്ള കുറച്ച് കുട്ടികൾ ഇവിടെയുണ്ട്, അവരുടെ കാരണങ്ങളെ കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് അവിടുന്ന് ഈ സ്ഥാപനത്തിന്റെ അധികൃതർ പോലീസിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് കോളേജിന്റെ അനാസ്ഥയും മറ്റു കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ പിന്നീട് കുടുങ്ങുന്നു കണ്ടപ്പോ മുസ്ലിം കുട്ടികളെ തലയിക്കിടാവുന്ന സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ക്രൈസ്തവരായ ചില ആളുകൾ മാത്രമാണ്. എല്ലാവരും ഇല്ല, എല്ലാ ക്രൈസ്തവരും അങ്ങനെയല്ല. എത്രയേ നന്മയോടെ കൂടെ നമ്മോടൊക്കെ സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന, നമ്മുടെ ഭാഗം നിൽക്കുന്ന എത്ര ആളുകളുണ്ടല്ലോ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ജാർഖണ്ഡിൽ നടന്ന കാര്യങ്ങൾ, ഒന്നിനും വേണ്ട വയനാട് വരെ അവിടെ കാര്യങ്ങളുമായി ചെന്നപ്പോൾ അവിടുന്ന് ആട്ടിവിട്ട, അവരെ ഈ ഭാഗത്തേക്ക് പോലും കാണരുത് എന്ന് പറഞ്ഞ് പാതിരിമാരെ ആട്ടിവിട്ട സംഭവം ഈ പറയുന്ന ആളുകളൊന്നും മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട, ദീനിന്റെ ശിആറുകളുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ ഷിയാറുകളെ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളുമായിട്ട് വരുന്നവരെ ആട്ടിയോടിക്കാനും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഇന്ന് ഈ വിഭാഗം ഒത്തുകൂടി ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് വിഭാഗമാണ്, ഏത് സംഘടനയാണ്, ഏത് പാർട്ടിയാണ് ഇതുവരെ പരിശുദ്ധ ദീനിനെയും ഇസ്ലാമിനെയും കളിയാക്കുന്നത് പറയുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സമയം വരും, ആ സമയം വരുമ്പോൾ നിങ്ങളെ ആട്ടിയോടിക്കുന്ന ഒരു വിഭാഗമായിട്ട് നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം നിങ്ങളുടെ മുമ്പിൽ വരും. അന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നത് പോലെ ചിലപ്പോൾ കാണേണ്ടി വരും നിങ്ങൾ ആട്ടുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് അവരൊപ്പം കൂടിയിട്ട് വെറുതെ നിങ്ങൾ തലയിൽ തട്ടമിട്ടവരെ പിന്നെ ആക്ഷേപിക്കാനും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനും ചോദ്യം ചെയ്യാനും നിങ്ങൾ നിന്നാൽ നിങ്ങൾ കൂടിയ ആളുകൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു വ്രണം പൊട്ടിയിട്ടുണ്ടല്ലോ, ആ പൊട്ടിയൊലിക്കുന്ന വ്രണം അതാകെ പരന്ന് നിങ്ങൾ തന്നെ ഇല്ലാതെയാകുമെന്ന് മനസ്സിലാക്കിക്കോളൂ. പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ കളിയാക്കാൻ ഒരിക്കലും ഒരാൾക്കും അവകാശമില്ല. മതപരമായിട്ടുള്ള കാര്യം ഒരു വിശ്വാസിക്ക് അവന്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള മൂല്യങ്ങൾ ഇന്ന് പരിശുദ്ധമായ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇല്ലേ? അത് ഇന്ത്യ രാജ്യം നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളോട് തന്നെ പലതും പറയുമ്പോൾ നിങ്ങളും പല ആഗ്രഹങ്ങളും ഞങ്ങളുടെ ഫണ്ടമെന്റൽ, ഞങ്ങളുടെ റൈറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം പറയുന്നുണ്ടല്ലോ ചില ആളുകളൊക്കെ. എന്നാൽ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പരിശുദ്ധമായ ദീൻ, ആ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എവിടെയും അതിന്റെ ശിആറുകളോട് കൂടെ കടന്നു പോകാനുള്ള അവകാശം ഉണ്ടല്ലോ, അല്ലേ? അതിന്റെ ശിആറോട് കൂടെ സംബന്ധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് കൊടുക്കണം. ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ വേണ്ട രൂപത്തിൽ പഠിക്കാൻ, അതിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. ഒരു സ്ഥാപനത്തിനും ഒരു മതത്തിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശങ്ങളില്ലല്ലോ. ഇപ്പൊ എത്രയും മുസ്ലിം സ്ഥാപനങ്ങളുണ്ട്, ഹിന്ദു കുട്ടികൾ പഠിക്കുന്നുണ്ട്, ക്രൈസ്തവ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഇങ്ങോട്ട് പൊട്ടിട്ട് വരരുതെന്ന് പറയുന്നുണ്ടോ? കുരിശണിയരുതെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നല്ലേ എല്ലാത്തിൻ്റെയും റൂൾസ്. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ റൂൾസ് ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരു PTA-ക്കോ ഒരു അധ്യാപകനോ എങ്ങനെ സാധിക്കും? നമ്മൾ മനസ്സിലാക്കുക, അങ്ങനത്തെ സ്ഥാപനങ്ങൾ അങ്ങനത്തെ ആളുകൾ പഠിച്ചോട്ടെ. ആ രക്ഷിതാക്കളോട് നമുക്കതാ പറയാനുള്ളത്. അങ്ങനത്തെ താല്പര്യമുള്ള ആളുകൾ അതിൽ പഠിച്ചോട്ടെ. നമ്മൾ അതിന് കഴിയില്ലെങ്കിൽ അവരുടെ റൂൾസിന് നമുക്ക് ഒരിക്കലും നമ്മുടെ ദീനിനും മറ്റു കാര്യങ്ങൾക്കും ആളുകൾക്ക് ഒഴിവാണെങ്കിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുക, അല്ലേ? അതല്ല ചെയ്യേണ്ടത്. അല്ലാഹു തആല പരിശുദ്ധ ദീനിനെ വളർത്തി തരട്ടെ. ആര് തന്നെ അതിനെ തകർക്കാനും ഒടിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പരാജയപ്പെടുത്തി കൊടുക്കട്ടെ. അവർക്ക് ബോധം അല്ലാഹു തആല കൊടുക്കട്ടെ. നല്ല ജീവിത ശൈലി അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.